മെമ്പറേ ആ വായോ വാ വാ ഇരിക്ക് എന്തായി പിന്നെ ഞാൻ മെമ്പറെ ഒന്ന് കാണാൻ വന്നതാ. പറഞ്ഞു ഒരു പരാതി പറയാൻ വന്ന മെമ്പറെ. നമ്മുടെ അയൽപക്കത്തുള്ള ബ്രോക്കർ സജിക്ക് ഞാൻ 1 ലക്ഷം രൂപ വായ്പയായിട്ട് കൊടുത്തിരുന്നു. ഒരു മിനിറ്റ് ആർക്കാണ്? നമ്മുടെ ബ്രോക്കർ സജിക്ക്. മോളുടെ കല്യാണം വരുമ്പോ തിരിച്ചു തരാന്ന് പറഞ്ഞത്. ആദ്യം ഒരു 5-6 മാസം പലിശ തരുമായിരുന്നു, പിന്നെ അതും ഇല്ലാതായി. ചോദിച്ചപ്പോ ബിസിനസ് ഒക്കെ കുറവാന്ന് പറയുന്നു. പിന്നെ ഞാൻ കരുതി പലിശ ഇല്ലല്ലോ, പിന്നെ മുതലെങ്കിലും അവിടെ കിടക്കട്ടെ എന്ന് കരുതി. കൊച്ചിന്റെ ഒരു ആവശ്യം വരുമ്പോ തരുമല്ലോ എന്ന് കരുതി. ഇപ്പൊ കൊച്ചിന്റെ ഒരു ആവശ്യം വന്ന് ചോദിച്ചപ്പോ കാശ് തരാതെ മുങ്ങി നടക്കുന്നു മെമ്പറെ. അയ്യോ, കൊച്ചിന് കല്യാണം വന്നോ? ആ, കൊച്ചിന് കല്യാണം വന്നിരിക്കുക. 1 ലക്ഷം രൂപയാണ് മെമ്പറെ ഞാൻ കൊടുത്തത്. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ട്? ഈ സജീനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മുങ്ങൽ സജീന്ന് അയാൾ അറിയുന്നത് തന്നെ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മെമ്പർ, ഇപ്പോഴാണ് ആട്ടുകാർ ഓരോന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് ചോദിക്കണം. ഇയാൾ എങ്ങനെയാണെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? എല്ലാം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൈയും കാലം കിട്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഇനിയിപ്പോ എന്താ ചെയ്യണേ? ഞാൻ എന്ത് ചെയ്യും മെമ്പർ? എന്നൊന്ന് സഹായിക്കണം മെമ്പറെ. ഞാൻ എന്ത് സഹായിക്കാനാ? ഞാൻ വന്നു ചോദിച്ചാൽ അയാള് പൈസ തരുമോ? തരൂല. ഞാൻ വന്നു വെച്ചാൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിപ്പോ എന്ത് ചെയ്യും ദൈവമേ? 1 ലക്ഷം രൂപ വെറുതെ ഉണ്ടാവൂ? കേട്ടിട്ട് പേടിയാവുന്ന. ഒരു കാര്യം ചെയ്യാം, ഒരു പരാതി എഴുതിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു ഇത് കൊടുക്ക്, കംപ്ലൈന്റ് കൊടുക്ക്. മെമ്പറും കൂടെ വരാം എന്റെ കൂടെ. ഞാനാ വരാന്ന. എന്നാ വീട്ടിലൊരു പരാതി എഴുതി വെച്ചിട്ട് അത് ഇതാവുമ്പോ നാളെ അങ്ങനെ പോയാൽ മതിയില്ലേ? എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. ആയിക്കോട്ടെ, ശരി. വെള്ളം ഒന്നും എടുക്കട്ടെ? വേണ്ട മെമ്പറെ, പോട്ടെ. 1 ലക്ഷം രൂപ ഒരാൾക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു, അയാൾ പലിശ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എന്ത് കഥയത്? ഒരു ബാക്കിയുള്ളവർ 2000 രൂപ ആരുടെയും കടഞ്ഞു വെച്ചാൽ ആരുടെ കയ്യിലും ഇല്ല. 1 ലക്ഷം രൂപ പലിശക്ക് കൊടുക്കാൻ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. സാർ SP സാറായിട്ട് ഫോണിൽ സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് വിളിക്കൂട്ടെ നിങ്ങളാ. കുഴപ്പമില്ല. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്കും. മെമ്പറെ, ഇവിടുന്ന് നീതി കിട്ടിയില്ലെങ്കിൽ, എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാനും എന്റെ കൊച്ചും കൂടെ വല്ല ആത്മഹത്യയും ചെയ്യും. ഇതെന്തിനീ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നത്? പൈസ കിട്ടും. എന്റെ ആങ്ങളെ ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയണതല്ല. അവൻ നീതിക്ക് വേണ്ടി നിൽക്കുന്നവനാ. നിങ്ങളുടെ പൈസ അവൻ മേടിച്ചു തരും. ആ ധൈര്യമുള്ളതോടെ ഞാൻ മെമ്പറെ കൂടെ കൂട്ടിയത്. മെമ്പറിന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ എന്റെ കടമയല്ലേ. ഞാൻ വിളിച്ചപ്പോ മെമ്പർ ഇനി എവിടെയെങ്കിലും പോയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ഇച്ചുകൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. സാർ വിളിക്കുന്നുണ്ട് കേട്ടോ, വരൂ. ആണോ? ചെന്നോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ പിന്നെ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ കൊണ്ട് നിക്ഷേപിക്കാതെ എന്തിനാണ് ഈ പണിക്കൊക്കെ പോകുന്നത്? വിശ്വസിച്ച് പോയി സാറേ. കൊച്ചിന്റെ കല്യാണത്തിന് മുന്നേ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ചോദിച്ചപ്പോഴാണ് താനീ നിറ മനസ്സിലായത്. ഈ സാമ്പത്തിക ഇടപാടൊന്നും നമ്മളല്ല അറിയുന്നത്, കോടതിയാണ്. എന്തായാലും നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കാം, അല്ലേ? ഇതിപ്പോ എന്റെ അടുത്ത് ആദ്യം വന്ന് പറഞ്ഞത്. ഞാനിതിനകത്ത് എന്ത് ചെയ്യാനാ? ഞാനാ പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ടുപോയി നമുക്കൊരു പരാതി കൊടുക്കാം, ഇവിടെ നോക്കിക്കോളൂന്ന്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം. അതിന്റെ കൊച്ചിന്റെ കല്യാണം വരുന്നു. ഓ ശരി. അതെ സാറേ, എന്തായാലും നോക്കാം. ഈ ബിനുവിനെ സ്ഥലം വിളിച്ചു. ഇവൻ ആള് ഭയങ്കര ഉടായ്പാണ്.
ഞാനും പറഞ്ഞു അത്. സാർ എന്താ സാർ? ഈ മുങ്ങൽ സജി ഒന്ന് എടുക്കണല്ലേ? സാറേ ആള് കൂടായ്പാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആളെ അറിഞ്ഞില്ല. സ്ഥലം ഉണ്ടോ? ഇല്ല സാർ, കേട്ടിട്ടുണ്ട്. കാണേണ്ട ആളാണ്. കവലിറങ്ങി അന്വേഷിച്ചാൽ മതി. മുങ്ങൽ സജി കണ്ടുപിടിച്ചിട്ട് രാവിലെ 10 മണിക്ക് അവനിവിടെ എത്തിക്കണം. അന്വേഷിക്കാം സാർ. എത്തിക്കണം. ഓക്കെ സാർ. ശരി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. വിഷമിക്കണ്ട, കിട്ടും. ശരി. സുധാരണ, ഒരു കിലോ പൊടിയിൽ കാണണം. മോൾക്ക് വല്ലാത്ത പനി, അവൾക്ക് കഞ്ഞിയല്ലാതെ വേറെ ഒന്നും കുടിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് പൊടിയിൽ എടുക്കും. എനിക്ക് തരാൻ പറ്റില്ല. നേരത്തെ തന്ന പൈസ ഒന്നും നീ പോ. അതെന്ത് വർത്താനാണ് പറയുന്നത്? എനിക്ക് തരാൻ പറ്റില്ല, നീ പോടെ. അന്നൊരു കാര്യം ചെയ്യും, അണ്ണ ഒരു 2 സേർട്ട് താ. എന്റെ അതും ഇല്ല, നീ പോടെ ഇവിടെ നിന്ന്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അണ്ണൊരു പാക്കറ്റ് ബ്രെഡ് തന്നെ. ഒന്നും ഇവിടെ നിന്നില്ല, നീ ഇറന്ന് പോ. എന്നാ തരാനില്ല, വെക്കോ. സജീര അടുത്താണേ. ശരി. വരും വരും. വല്ല ആവശ്യം അണ്ണങ്ങ് വരും. ശരി. ഇപ്പൊ ഞാൻ പോണ്. അപ്പോഴേ കാണാം. ശരി ശരി. ഓ എന്താ അവന്റെ മോട വർത്താനം. സാറിന് പകരമൊന്നും മറ്റേ സാറാണ് വരേണ്ടത്. പുള്ളിക്ക് എന്തോ ആശുപത്രി കേസാണ് കേട്ടോ. ഇങ്ങനെടുത്ത് വയ്ക്കാം. പുള്ളിയുടെ ചോദിക്കാം. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സജിയുടെ വീട് ഏതാ? ഏത് സജി സാറേ? ഈ മുങ്ങൽ സജി. മുങ്ങൽ സജിയോ? എന്താ കാര്യം? എന്താ കാര്യം? അവനെ കാണുകയാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് എസ്ഐത്തിന് വന്നൊന്ന് കാണാൻ പറയണം. ഓ സാറേ, ഞാൻ ഈ നാട്ടിൽ പുതിയ താമസക്കാരനാ. എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊന്നും അറിയില്ല. ഓ, പുതിയ ആളാ? സാറ് കാര്യം ചെയ്യും, ആ കടലത്തെ ആളോട് ചോദിച്ച് പാർട്ടിനെ പിടി കിട്ടും. അവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അറിയും. പുതിയ താമസക്കാരനായ. ഓ, നിങ്ങൾ പുതിയതാണോ? അയ്യോ, ശരി. സജീര അടുത്ത കളി മുങ്ങൽ സജീര അടുത്ത് കാണിച്ചരാ ഞാൻ. സാറേ, നമുക്ക് ഈ കടയിൽ ചോദിച്ചാൽ എന്ത്? ആളുണ്ടാവും നോക്കാം. അവിടെ ഈ കടയിൽ ചോദിക്കാം. ചേട്ടാ, ഈ സജിയുടെ വീട് എവിടെ? ഏത് സതി? ഈ മുങ്ങൽ സജി. മുങ്ങൽ സതി അയാളെ ഇപ്പൊ അങ്ങോട്ട് പോയത്. ഇപ്പൊ അങ്ങോട്ട് പോയാ? മെലിഞ്ഞിട്ട്. മെലിഞ്ഞ് പൊക്കമുള്ള ആ മുടി. അതെ. സാറേ, അത് നമ്മൾ തേച്ചല്ലേ സാറേ? സാർ വണ്ടി എടുത്താറേ, പിടിക്കാമോ നമുക്ക്? അവൻ മുങ്ങൽ വിദഗ്ധൻ തന്നെ. പെട്ടെന്ന് അടിച്ചു. അവന് വിടരുത് നമുക്ക്. സാറേ, മുങ്ങൽ സജി അന്വേഷിച്ചു നമ്മുടെ സാറുമാരെ കാണാനില്ലല്ലോ. ഒരു നല്ല വാശിയില്ല. ഉച്ചയ്ക്ക് അവരെ പറ്റിച്ചിട്ട് ഓടിയല്ലേ അവൻ. അപ്പൊ അവനെയും കൊണ്ടേ ഇനി അവര് വരുള്ളൂ. അതെ സാറേ, അവര് വരുന്നുണ്ടല്ലോ. സാറേ അവിടെ ഉണ്ടായിരുന്നു സാറേ. നമ്മളെ കണ്ട ഉടനെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കൂടെ എടുത്ത് ചാടി അങ്ങ് അക്കരെ ഒരു കാട്ടില് ഓടി മറഞ്ഞു കളഞ്ഞാണ്. അപ്പൊ കുളഞ്ചാടി അക്കരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പേടിച്ചിന് എന്തായാലും വീട്ടിലേക്ക് വരത്തില്ല. പിന്നെ കവലേക്ക് വരണമെങ്കിൽ ആകെ ഒരു വഴിയുള്ളു, അത് ഈ വഴിയാണ്. ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. അവന്റെ വീട്ടിൽ കയറിയിട്ട് ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാർ. ശോഭ എന്ന സ്ത്രീ പരാതി എന്നതും അത് കേട്ടോണ്ട് അവൻ വീട്ടിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് അവൻ കുളത്തിന്റെ കരയിൽ ചെന്നെന്ന് പറയാ അവനെ പിടിക്കാൻ ഒക്കില്ലെന്നും അവൻ പോലീസ് സ്റ്റേഷന്റെ പടി ചവിട്ടില്ലെന്നും. സാറേ, അവന് ആള് ഭയങ്കരനാണല്ലോ. ഭയങ്കരനൊക്കെ ചുമ്മാ അവന്റെ വീരവാദമല്ലേ. ആ സ്ത്രീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെങ്കിൽ അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടും. ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷന്റെ പടി ചവിട്ടില്ലെന്ന്. അവൻ സ്റ്റേഷന്റെ പടി ചവിട്ടുകയും ചെയ്തു. നിങ്ങൾ കണ്ടോ? അമ്മയിനെ എവിടെ വിളിച്ചു? നോക്ക് സാറേ,
സാറേ ഇതിലേ ഈ മുങ്ങൽ സജീനെ പിടിക്കണേ പോലീസല്ല പട്ടാളം വന്ന നടക്കില്ല. എന്നോടാ കളി അണിച്ചരടാ. ഭർത്താവ് പോയി കാണല്ലേ. അച്ചമ്മേ, അച്ചമ്മേ. ഓ അയ്യോ കാത്ത്. അയ്യോ കൃത്യസമയത്ത് തന്നെ വന്ന്. എന്താ അച്ചമ്മി ചെറിയ സഹായം ചെയ്യണം. എൻ്റെ ഒരു കൂട്ടുകാരനെതിരെ ഒരു സ്ത്രീ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ ആകെ അത് അറിഞ്ഞ് പേടിച്ച് നാട് വിടാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അച്ചമ്മ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറിയിടുന്ന? അല്ല മച്ചമ്മ അങ്ങനെ ആവശ്യമില്ലാത്തല്ല, നമുക്ക് വേണ്ടപ്പെട്ടാലാ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കനകമച്ചമ്മയാണ് അവിടുത്തെ SI. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞതിന്റെ പേര് ധൈര്യത്തിൽ എളുപ്പം ഒന്ന് മാറി നിൽക്കുക. ആളാര്? സജി, മുങ്ങൽ സജി. മുങ്ങൽ സജി എന്നൊരു വിളിപ്പേരുണ്ട്. സജി, സജി, പെറു സജി. എനിക്ക് കുറെ വണ്ടിയുടെ ഏർപ്പാടൊക്കെ പിടിച്ചെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്. നീ അവനെയും കൂട്ടി രാവിലെ ഒരു 10 മണി സ്റ്റേഷനിലേക്ക് വാ. ഞാനും പറഞ്ഞോ കൊണ്ടുപോവാ, വെറുതെ ഇരിക്കട്ടെ. അച്ഛാ താങ്ക്സ്. താങ്ക്സ്. അതിന്റെ പേര് ഫുൾ അടിപ്പിക്കണം അവനെ കൊണ്ട്. ഞാനിന്നലെ പറഞ്ഞില്ലായിരുന്നു, ആ സ്ത്രീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സജി തേടി പോണ്ട, സജി ഇവിടേക്ക് വരും. ഇന്ന് 10 മണിക്ക് സജി ഇവിടെ എത്തും. വരുമ്പോ തന്നെ 2 കൊടുക്കട്ടെ സാറേ. വേണ്ട, വരട്ടെ. മതി. ഇവിടെ കുറച്ച് ബോക്സ് ഒക്കെ ഇരിപ്പോലെ, അത് മയക്കുമരുന്നാണെന്നും അവരെ കയ്യിൽ നിന്ന് പിടിച്ചാണെന്നും പറഞ്ഞൊന്ന് വരട്ടണം. കൂടെ എൻ്റെ അളിയും കൂടെ കാണും, ശരി സാർ. റൊണാൾഡ്. അവൻ ആദ്യം ഒന്ന് വിരട്ടി ഓടിച്ചു തുടങ്ങാം. അത് ഞങ്ങൾ ഏറ്റി. വരട്ടപ്പോൾ തന്നെ ഓടിക്കോളും. പിന്നീട് മതി സജിയോട് ചോദ്യം ചെയ്യലും. ഒന്ന് ടൈറ്റ് ആകുമ്പോൾ ഞാൻ എത്തിക്കോളാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ശരി സാർ. അത് ടൈറ്റ് ആകും കേട്ടോ. റെഡി ആക്കണം എന്നതിന്റെ കാര്യം. ഞാൻ വരട്ടെ. ഡേയ്, സത്യം പറയണം, ആ ബോക്സിൽ എന്താണ് കണ്ടിട്ട് അലുവയാണെന്ന്? അലുവേ ഏതൊക്കെ സ്കൂളിലാ കൊടുക്കണേ ഈ സാധനം? ഇതിന്റെ സ്പെയർ സത്യമായിട്ട് ഇത് എന്തോന്ന് ഇല്ലാത്ത ഇതിനകത്ത് എന്തോ ഇരിക്കുന്നത് എനിക്കറിയാം. ഞാൻ എന്തോ പറയാനാ? സ്കൂളിലൂടെ അറിഞ്ഞൂടാ, എല്ലാം അറിയത്തില്ല. നീയൊക്കെ കൂടെ പങ്കച്ചവടമാണ്. ഞാനൊരു സാധാ ബൈക്ക് മെക്കാനിക്ക്, അവിടെ ഒരു പങ്കുമില്ല. കിട്ടുന്ന പൈസക്കകത്ത് പണി ചെയ്തിട്ട് ജീവിച്ചു പോലെ. സത്യം പറഞ്ഞോളാം, ഇത് മാതൃക പോലീസ് സ്റ്റേഷനൊക്കെ ആയിരിക്കും. പക്ഷെ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിലേ നിങ്ങൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനകത്ത് എന്താണ്? എനിക്ക് എന്തെങ്കിലും അറിയാനല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്നൽ സാറേ, നിങ്ങൾ എമ്മാരി വണ്ടി എന്നെ അവിടെ കൊണ്ടുവന്ന് 10 പൈസ പോലും തരാതെ ശരിയാക്കി പോയിട്ടുള്ളൂ. ഒന്ന് പറ സാറേ, കടപ്പുറത്ത് കണ്ട പരിചയം പോലും എനിക്കൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞില്ല, രണ്ടിനെയും പിടിച്ചാകത്തിലും. സാറ് ഞങ്ങൾക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയത്തില്ല. നിനക്കെന്തൊക്കെ അറിയാം? അല്ലെങ്കിലും മയക്കുമരുന്നൊക്കെ തൊപ്പിടിക്കണവര് ഇത് തന്നെയാണ് ആദ്യം പറയുന്നത്. ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ പൊന്നു സാറേ, വല്ലപ്പോഴും ഒരു പൈസ കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. സാറേ ഒന്ന് മയത്തിനൊക്കെ സാറ് ചോദിക്കും. ചോദിക്കാവത്തുങ്ങളല്ലേ സാറ് ചോദിക്കും. ഈ ശരീരമൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളു. പാവോ, മനസ്സിലായി. ചോദിച്ചോട്ടെ, ഇതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിക്കേ, അത് ഞങ്ങൾക്കും അറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് സത്യം പറഞ്ഞു, ഇതിനകത്ത് എന്താ? എനിക്കറിയത്തില്ല സാറേ. മയക്കുമരുന്നല്ലേടാ അതില്? മാത്രമേ ഇമാതിരി ബോക്സ് ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാനിത് കണ്ടിട്ടില്ല. അത് മതി, നിന്റെ അഭിനയമൊക്കെ മതി. ഇതിനകത്ത് മയക്കുമരുന്നല്ലേ? ഞങ്ങൾക്കൊന്നും അറിയില്ല. എനിക്കറിയത്തില്ല. ഇവിടത്തൊക്കെ അറിയാം സാറേ. എന്ത് റൊണാൾഡോ? റൊണാൾഡോ ചത്ത്. നീ എന്തിനാണ് എന്നെ വിളിച്ച് കൊലക്ക് കൊടുക്കാൻ? നീയല്ലേ പറഞ്ഞ ആളിനെ കൊണ്ട് രക്ഷിച്ചെടുക്കാന്ന്? മതി 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 മതി, നാടകം കളിയൊക്കെ മതി. എന്താണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. അറിയാത്ത കാര്യങ്ങൾ അറിയാത്തത് അങ്ങോട്ട് മാറിയാണ് സാറേ. നിന്റെയൊക്കെ മുഖത്ത് കയ്യും കാലും വീഴും. അറിയാൻ വയ്യാത്ത ഞാൻ എങ്ങനെ അറിയത്തില്ല. പറഞ്ഞു കൊടുക്കണേ. ഞങ്ങൾക്കൊന്നും അറിയില്ല. നീ അല്ലേ പറഞ്ഞ എനിക്ക് കേൾക്കാൻ ആരും പരിചയമില്ല. കൊണ്ടുവന്ന് പൈന് മേടിച്ച് കുടിച്ചത്. ആ പൈൻ്റെ പൈസ തിരിച്ചിട്ടുണ്ട് സാറേ.
എന്നെ ഇവിടെ നിരപരാധി 100 വട്ടം നിരപരാധി. നിരപരാധി തന്നെ നീ. ഇതിനെന്താണ് നീ പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ പൊന്നുമണി, ഞാൻ പോലീസുകാരി, എനിക്കറിയത്തില്ല സത്യം. കൊല്ലും നിന്നെ എല്ലാം കൂടെ കൂടി. സത്യം പറ. എനിക്കിവനെ ഒരു പരിചയവുമില്ല. ഒരു പരിചയമില്ലേ? നിനക്ക് അറിഞ്ഞൂടാ? അറിഞ്ഞൂടെ? റൊണാൾഡോ ചത്ത്. പിന്നെ നീ പോടാ, ഇറങ്ങടാ. സത്യമായിട്ട് ഇറങ്ങടാ. അത് മുന്നേ കിട്ടും. എനിക്കിതൊന്നും അറിയില്ല സാറേ. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. വേണ്ട കനക സാർ വരട്ടെ. നിക്ക് കനക സാർ വരട്ടെ. എന്റെ ഫോണല്ല ഇതിനകത്തുള്ളത് മൊത്തം നിന്നെ കൊണ്ട് തീറ്റിക്കും. പറഞ്ഞ മര്യാദ എന്താണ് സാറേ, അവൻ എന്നെ പറഞ്ഞു കൊണ്ടുവന്ന. നിങ്ങളൊരു FIR എഴുതി ഇവെല്ലാം പറയും. കൊല്ലും നിന്നെ മര്യാദക്ക് പറഞ്ഞോ. പച്ചക്കറികൾ എടുക്കണോ? പ്ലെയർ എടുക്കണോ? നിങ്ങളിങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിക്കുകയാണ്. ഞാൻ ചിലപ്പോ സത്യം വെറുതെ മയക്ക് വരുന്നെന്ന് പറഞ്ഞു പോകും സാറേ. ഞങ്ങൾ പറഞ്ഞ നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. എനിക്കൊന്നും അറിയില്ല. കനക സാർ വരട്ടെ. സാറേ എവനാണ് എവന്റെ മയക്ക് വരുന്നത്? എന്നെ സമ്മതിച്ചു. എവന്റെ അടി മയക്ക് വരുന്നത്? സാറേ, എന്നെ രക്ഷിക്കണം. ഇവരെല്ലാവരും കൂടി എനിക്കറിയാത്തൊരു മയക്ക് മരുന്ന് കേസ് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കാണ് സാറേ. സാറേ, ഞാൻ മനസ്സമാധാനം അറിഞ്ഞിട്ടില്ല. സജി എനിക്കറിയാം. സജി അങ്ങനെ ഒരാളല്ല. സാറ് വന്നതുകൊണ്ട് ഞാൻ അവനെ ഏർന്നിട്ടുന്നില്ല. സജി എന്ത് സജി എന്തിനാ വന്ന ഇവിടെ? ഞാൻ മറ്റേ ശോഭ ചേച്ചി ഒരു പരാതി തന്നു എന്ന് പറഞ്ഞു. പണം തട്ടിച്ച പരാതി. പണോ? എന്ത് വേണം? 1 ലക്ഷം രൂപ മേടിച്ചിരുന്നേ. ആരെന്ന്? ശോഭ ചേച്ചി ഞാൻ മേടിച്ചിരുന്നേ. എന്നിട്ട് കൊടുത്തില്ലേ? കൊടുക്കാൻ പറ്റിയില്ല. അയ്യോ, എന്തൊക്കെ അത് കൊടുക്കൂലേ? കൊടുക്കില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാരണമാണല്ലോ കൊടുക്കാത്ത. കൊടുക്കും ഞാൻ കൊടുക്കും. എന്ന് കൊടുക്കും? ഈ കുറച്ച് സാവകാശം വേണം. സാവകാശം വേണമെന്ന്. എത്ര സാവകാശം വേണ്ടി വരും? ഒരു 10 അല്ല 15. 10 ആണോ 15 ആണോ? 15 ഉറപ്പിച്ചു സാറേ. ഉറപ്പിക്കാം അല്ലേ? 15 ദിവസത്തിനകം അവരുടെ പൈസ കൊടുക്കും അല്ലേ? കൊടുക്കും. ഇത്രയല്ലേ ഉള്ളൂ. അവരെ വിളിക്കും. സജി നമ്മുടെ ആളല്ലേ? ഈ കേസിൽ എനിക്ക് എനിക്ക് ഒന്നും അറിയില്ല. ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് പോലില്ല സാറേ. അല്ല സാറേ, സജി അങ്ങനത്തെ ഒരാളല്ല. അങ്ങനത്തെ പരിപാടികൾക്ക് ഒന്നും പോയിട്ടില്ല ഇതുവരെ. സജി അങ്ങനെ ആളല്ല. സജി എനിക്കറിയാമേ. അതാദ്യം തീർക്കാം. അപ്പൊ ഇതില് ഞാനില്ല. ആദ്യം അത്, പിന്നെ ഇത്. മതി സാർ. സാറ് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു ലക്ഷം രൂപയല്ലേ വാങ്ങിയല്ലോ? അതെ സാറേ. വിഷമിക്കണ്ട. 15 ദിവസത്തിനകം സജി ആ 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? സാറേ 15 ദിവസം കൊടുത്തിരിക്കും. ശരി, തരും. സജി ആളൊരു പാവമാണ്. ചെറിയ സാമ്പത്തിക പ്രശ്നം വന്ന സമയത്ത് എന്തോ ചെയ്തു പോയതാണ്. കുഴപ്പമൊന്നുമില്ല. സജിക്ക് അറിയാലോ. 15 ദിവസം കറക്റ്റല്ലേ? തീർച്ചയായും 15 ദിവസം. ഇല്ലെങ്കിൽ പ്രശ്നം അറിയാമോ? എനിക്ക് സജി അറിയാം. സജിയുടെ അവസ്ഥകൾ എനിക്കറിയാം. പക്ഷെ അവർക്കറിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചെയ്യാത്ത കാര്യങ്ങളല്ലേ അടിച്ചേൽപ്പിക്കാൻ നോക്കി. സാറേ, ഞാൻ കൊടുത്തിരിക്കും. അതുകൊണ്ട് 15 ദിവസത്തിനകം ഇവർക്ക് ആ പൈസ 1 ലക്ഷം രൂപ കൊടുക്കാവുന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോരായിട്ടുള്ളത്. തീർച്ചയായും. മാറ്റമില്ലല്ലോ? ഒരു മാറ്റമില്ല. മുങ്ങൂലല്ലോ? സാറേ, ഇനി സജി മുങ്ങണ പ്രശ്നമില്ല. ശരി. ഓ ശരി. സജി കുഴപ്പമില്ല. ഇനി സജി തരും. 15 ദിവസത്തിന് പൈസ തരും. സമാനായല്ലേ? ആയി സാറേ. ഇനിയെങ്കിലൊക്കെ നോക്കി കണ്ട കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. വിഷമിക്കണ്ട. ശരി.